റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ ഏകദിന പരമ്പര നാളെ കട്ടക്കിൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇന്ത്യൻ ടീമിന് വളരെ ശുഭകരമായൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ സമയത്ത്, അതായത് ഈ സീരീസിന് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം BCCI മെൻഷൻ ചെയ്തിരുന്നു സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഫിസിക്കലി ഓക്കെയാണ്, എല്ലാ ക്ലിയറൻസും ലഭിച്ചിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു, ഭുവനേശ്വറിലെത്തി ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ടീമിൻ്റെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ശുഭ്മൻ ഗില്ല് അറൈവ്ഡ് ഇൻ ഭുവനേശ്വർ, ഓൾ ഫയർഡ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു ക്രിക്ക് ബസ്. T20 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഇതിൽ അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിനിടക്കാണ് ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കഴുത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോയത്. ഇപ്പോൾ അദ്ദേഹം എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ പോയി ട്രെയിനിങ് നടത്തി, അവിടെ ബാറ്റിങ്ങും ഫീൽഡിങ്ങും ഒക്കെ നടത്തി എല്ലാ ക്ലിയറൻസും വാങ്ങിച്ചിട്ടാണ് ടീമിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഫുള്ളി ഫിറ്റാണ്, കളിക്കാൻ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ്. അദ്ദേഹം തേർഡ് ആൻഡ് ഫൈനൽ ODIക്ക് ശേഷം പറഞ്ഞത്, ശുഭ്മൻ ഈസ് റെഡി ടു സ്റ്റാർട്ട്, ദാറ്റ്സ് വൈ ഹി ഹാസ് ബീൻ സെലക്റ്റഡ്, ഹി ഈസ് ഫിറ്റ്, ഫൈൻ ആൻഡ് ഹംഗ്രി ടു ഗോ എന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. അപ്പോൾ പ്ലേയിങ് 11 എന്തായാലും ശുഭ്മൻ ഗിൽ ഉണ്ടാവും. സഞ്ജു സാംസണിന് ഇടം കിട്ടുമോ, ഓപ്പണറായിട്ട് ഇനി സാധ്യതയില്ല, മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തെ ഇറക്കുമോ എന്നുള്ളത് നമുക്ക് മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രിവ്യൂ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഏതായാലും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം, ശുഭ്മൻ ഗിൽ ഈസ് റെഡി. താരങ്ങൾ ഭുവനേശ്വറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും താരങ്ങൾ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിശാഖപട്ടണത്ത് നിന്ന് അങ്ങോട്ടേക്ക് എത്തി എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം മടങ്ങി എത്തുകയാണല്ലോ. അദ്ദേഹം നേരത്തെ ഭുവനേശ്വറിലെത്തിയിട്ട് ബാരബതി സ്റ്റേഡിയത്തിലേക്ക്, കട്ടക്കിലാണ് കളി നടക്കുന്നത്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അദ്ദേഹം സൺഡേ ക്ലോസ്ഡ് ഡോർ പ്രാക്ടീസൊക്കെ നടത്തി എന്ന വിവരം കൂടി വരുന്നു. ഏതായാലും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം T20 പോരാട്ടം നാളെ ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ ടീമിലെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും ഉണ്ടാവും. അതൊരു ശുഭവാർത്തയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.